അല്ല, വെൽക്കം ടു ഈ സംഭവം, ഈ ചെയ്യാൻ പോകുന്ന സംഭവത്തിലേക്ക് വെൽക്കം. ഇതാണ് നമ്മുടെ ക്രേറ്റ് ഓപ്പണിങ്. ഇതാണ് നമ്മുടെ സാധനം. ഇത് തിരിച്ച് വായിക്കുക, അല്ലെങ്കിൽ മിററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് വായിക്കുക. PC കാണുന്നവർ കയ്യപ്പത്തൊന്നും കാണിക്കരുത്. മോണിറ്റർ എടുത്ത് മിററിൻ്റെ മുന്നിലേക്കൊന്നും കൊണ്ടുപോയിക്കല്ല്. അവസാനം അതിൻ്റെ പൈസ എന്നോട് ചോദിച്ചാൽ ഞാൻ തരത്തില്ല. ലൂപ്പ് ഡെക്ക് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റേണ്ടതാണ്. അത്യാവശ്യം നല്ല ക്ലിയറാണ്, നല്ല പാക്കിംഗ് ആണ്. പാക്കിംഗ് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും കവറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ വന്നപ്പോൾ ഇത് പൊളിച്ച് തുറന്ന് വച്ചേക്കുമായിരുന്നു. ഞാൻ വന്നപ്പോൾ അല്ല, എൻ്റെ മുറിയിൽ വന്ന അമ്മ വന്ന് പറയുക, നിനക്കൊരു സാധനം വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ തുറന്ന് മലത്തി വച്ചേക്കുമായിരുന്നു. പ്ലേ ബട്ടണോ? എന്ത് സാധനം? ഓ, പ്ലേ ബട്ടൺ. ഓ, അതാണ് ഫസ്റ്റ്. ഡിലേ ഉണ്ട്, സോറി. പ്ലേ ബട്ടൺ ആയിരുന്നു ഫസ്റ്റ് അൺബോക്സിങ്. യെസ്, യു ആർ റൈറ്റ്. ഫുൾ സ്ക്രീൻ ആക്കണം. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കാം. എനിക്ക് നാണമാണെന്ന് നിങ്ങളോട് ഞാൻ എടുത്ത് പറയണ്ടല്ലോ അല്ലേ? മാറ്. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ ഇതിൽ ചുറ്റും കവറുണ്ടായിരുന്നോ? പ്ലാസ്റ്റിക് കവർ വല്ലതും? ആരാ തുറന്ന്? ചക്കനാണോ അമ്മയാണോ? ഒരു കവറും ഉണ്ടായില്ല? ഇങ്ങനെ തന്നെയായിരുന്നു? ഉറപ്പല്ലേ? ഇതിൽ കവർ ഉണ്ടായിരുന്നല്ലോ, ഒരു പ്ലാസ്റ്റിക് കവർ. എങ്കിൽ പോക്കോ, കല്ലെറിഞ്ഞ് നോക്കിയതാ. ഓസം നാണമാണ്, ബട്ട് സ്റ്റിൽ. ഇതാണ് എൻ്റെ സെക്കൻഡ് അൺബോക്സിങ്. ബട്ട് ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. ഷേപ്പൊക്കെ കൊള്ളാം. സാധാരണ ഒരു പാക്കിംഗ് വന്ന ഷേപ്പ് തന്നെയാണ്. എല്ലാത്തിനും ഈ ഷേപ്പ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറന്നിരിക്കുകയാണ്. സോറി, പൊടിയായിരുന്നു, ക്ഷമിക്കാം. നമുക്ക് തിരിച്ച് ഇതിൻ്റെ അകത്തേക്ക് തന്നെ വയ്ക്കാം. കഷ്ണങ്ങളൊന്ന് പൊഴിഞ്ഞ് വീരിന് ഞാനൊരു പ്രകാരത്തിനാണ് ഇതെടുത്ത് തിരിച്ചകത്തേക്ക് വെച്ചത്. കറക്റ്റായില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ഒരു സ്റ്റാൻഡാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാൻഡ് ഏറ്റവും താഴെയായിരുന്നു. ഞാൻ വച്ചപ്പോൾ ഏറ്റവും മുകളിലായി പോയതാണ്, ക്ഷമിക്കുക. പിന്നെ ഒരു കവറുണ്ട്. ഇത് ആക്സസറീസ് വെക്കാനുള്ള കവറാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നുമില്ല, കാരണം ഞാൻ ആക്സസറീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. വയറൊക്കെ ആയിരുന്നു. വയറൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതങ്ങനെ. ഇതാണ് വയറിൻ്റെ കേബിൾ. ഇത് നിലത്ത് വീണ് പോയായിരുന്നു, പക്ഷേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ ഇത് ഞാൻ ഉടായ്പ കാണിക്കുകയല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. താങ്ക് യു സോ മച്ച് ലൂപ്പ് ഡെക്ക് ഫോർ സെൻഡിങ് ദിസ്. വളരെയധികം നന്ദി. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. കാണാം. ഇതാണ് നമ്മുടെ ലൂപ്പ് ഡെക്ക് ലൈവ് എന്നാണ്. യെസ്, ഈ ലൂപ്പ് ഡെക്ക് ലൈവ്. ഇത് സ്ട്രീമേഴ്സിന് വേണ്ടി പ്രത്യേകിച്ചുള്ള സംഭവമാണ്. ഇതുപോലത്തെ വേറെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എൽഗാറ്റോടെയാണ്, പക്ഷേ ഇത് ലൂപ്പ് ഡെക്കിൻ്റെയാണ്. ലൂപ്പ് ഡെക്കിൻ്റെ സംഭവം. ലൂപ്പ് ഡെക്ക് എഡിറ്റേഴ്സിന് വേണ്ടി പെറിഫറൽസ് ഇറക്കുന്നൊരു ബ്രാൻഡാണ്. ലൈക്ക് അഡോബിൽ എഡിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി. ഇനി ഇതിൻ്റെ വയറൊക്കെ ഇതിൻ്റെ അടിയിലാണ് വാങ്ങുക. ഓക്കെ, ആൻഡ് കേസിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ബുക്ക്ലെറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ബോറിംഗ് ബുക്ക്ലെറ്റ് പോലെ നമുക്ക് 18 ഭാഷയിലും വേറെ കുറേ പേപ്പറുള്ള സംഭവമൊന്നുമല്ല. ഇത്ര ഉള്ളൂ. ആരായാലും വായിച്ചു പോകും. പക്ഷെ ഞാൻ വായിച്ചിരുന്നില്ല. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എനിക്കിതിൻ്റെ തീം ഇഷ്ടമായി. ലൈക്ക് സാധാരണ ബുക്ക്ലെറ്റ് ആരും ബ്ലാക്കിൽ കൊടുക്കത്തില്ല, പക്ഷെ ഇത് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്ട്രീമേഴ്സിന് വേണ്ടിയാണ് ഈ സംഭവം ഇറക്കുന്നത്. സോ വ്യൂവേഴ്സിനല്ല. വ്യൂവേഴ്സ് എങ്കിലും കാണുക, കാരണം ഞാനൊരു സ്ട്രീമറാണ് ആസ് ഓഫ് നൗ. ഓക്കെ, ഇതാണ് അതിൻ്റെ ബുക്ക്ലെറ്റ്. നല്ല ശരിക്കും നിങ്ങൾക്കിത് വായിക്കണമെങ്കിൽ ഞാനിത് ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്യാം. റൂം കയറാൻ ടൈമായിട്ടില്ല. ടൈമായി. ഞാൻ കയറാം. ഏതോ ഒരുത്തിൻ്റെ റൂമിലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ വയറ് കണ്ടോ?
ടൈപ്പ് സി ആണ് ഒരറ്റത്ത്, മറ്ററ്റത്തും ടൈപ്പ് സി തന്നെയാണ്. കേബിള് പക്ഷേ ഒരു ഡോങ്കിൾ പോലെ കിട്ടും USB-യിലേക്ക് മാറ്റാൻ. USB ടൈപ്പ് എ അല്ലേ ഇത് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ടു പോയിൻറ്റോ ആണ് 3.0 ആണ്? 2.0 ആയിരിക്കും. സ്ലോത്ത് ഏതാ ബ്ലീഡേ? ഒരു സെക്കൻഡ്. നീ വില്ലി ഈവോ ഈവോസ്. Alright, let's get back into it. ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ വയർ. ഇനി നമ്മുടെ മെയിൻ സാധനം. കേസിൽ വേറെ എന്തൊക്കെയുണ്ട്? കവറിൽ നമുക്ക് അയ്യോ ഇതാ ബുക്ക്ലെറ്റ് 18 ഭാഷയിലുള്ളത്. അപ്പം ഞാൻ കാണിച്ചത് ക്വിക്ക് ഗൈഡാണ്. ഇനി ക്വിക്കായിട്ട് വേണ്ടാത്തവർക്ക് അല്ലാണ്ടുള്ള ഗൈഡുണ്ട്, സേഫ്റ്റി ആൻഡ് ഇൻഫർമേഷനാണ്. വേറൊരു പേപ്പറും കൂടിയുണ്ട്, ഇത് കംപ്ലയൻസ് ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്. റൈറ്റ്, ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇപ്പം നമ്മൾ ഒരു PC-യിലാണ് സ്ട്രീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, PC-യിലായിരിക്കും സ്ട്രീം ചെയ്യുന്നത്. PC-യിലാണ് സ്ട്രീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൽഗാറ്റോ വെച്ചുകൊണ്ട് കളിക്കുന്നവർക്ക്, ഐ മീൻ ഫോണിൻ്റെ സ്ക്രീൻ മിറർ ചെയ്ത് കളിക്കുന്നവർക്ക്, അല്ലെങ്കിൽ PC ഗെയിമേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ മോണിറ്ററിൽ അല്ലെങ്കിൽ മൗസിൽ വേറെ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിംഗിൾ സ്ക്രീൻ വെച്ചുകൊണ്ട് കളിക്കുന്നവരാണെങ്കിൽ, സിംഗിൾ മോണിറ്റർ വെച്ചുകൊണ്ട് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ട്രീം ലാബ്സിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് പിന്നെ മാറ്റേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസിഷൻ വരുത്തണമെങ്കിൽ, ഇപ്പോൾ സ്ട്രീം സ്റ്റാർട്ടിങ്, സ്ട്രീം എൻഡിങ്, ഇതിലേക്കൊക്കെ ട്രാൻസിഷൻ നിങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ OBSൻ്റെ ആപ്ലിക്കേഷനിലോട്ട് പോയിട്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ലൂപ്പ് ഡെക്ക് ലൈവ് ഉണ്ടെങ്കിൽ ഫങ്ഷൻ എളുപ്പമാണ്. ഇതിൽ നിങ്ങൾക്ക് ഓഡിയോ കൺട്രോൾസ് ഈ മൂന്നും 6 സെക്ഷനിൽ ഓഡിയോ കൺട്രോൾസ് ചെയ്യാൻ പറ്റും. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. അതിനുള്ള ഒരു കൺട്രോൾസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതിൽ വയ്ക്കാം. ഇപ്പോൾ ഇത് എൻ്റെ മാസ്റ്റർ വോളിയം, എൻ്റെ മൈക്കിൻ്റെ വോളിയം, ഗെയിമിൻ്റെ വോളിയം, അങ്ങനെ എനിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം 3 ഡയൽസിൽ. കണ്ടോ? അങ്ങനെ ഓരോ ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാം. ഹായ്. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ സ്ക്രീനിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്ക്രീൻ ടച്ച് സ്ക്രീനാണ്. ഇതിൽ 3, 4, 12+2 ഈ 2 റെക്റ്റാങ്കുലർ വൈറ്റ് സ്ക്രീൻസ് എന്ന് പറയുന്നത് ഈ ഓഡിയോ കൺട്രോളിൻ്റെ ലേബലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂസ്. ബാക്കിയുള്ള കീസ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് ഓരോന്ന് അസൈൻ ചെയ്യാം. ഇപ്പോൾ ട്രാൻസിഷൻ വേണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് ടാപ്പ് ചെയ്താൽ ട്രാൻസിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഏത് കീ ആണ് വേണ്ട, ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഇത് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് അസൈൻ ചെയ്യാം. ഈ സ്റ്റാൻഡ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ കണക്ട് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിലേക്ക് പോയി കാണിച്ചു തരാം. നല്ല രസമാണ് സംഭവം കാണാൻ. ഇത് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ തന്നെയാണ്. സിമ്പിളാണ് കണക്ട് ചെയ്യാൻ. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ സിമ്പിളാവില്ല എങ്കിലും കേറണ ഒന്ന് കയറി. ഓക്കെ, ഇപ്പോൾ ഇതൊരു സ്റ്റാൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ PC-യിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നു. ആൻഡ് വോലാ, PC-യിലെ ബട്ടൺ എവിടെ കിട്ടി? ആൻഡ് we are in. Awesome. ഇത് അവരുടെ ലോഗോ ആണെന്ന് തോന്നുന്നു. പാക്മാനെ പോലെയുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഓ, എനിക്ക് ശരിക്കും ഒരു റിവ്യൂ ചാനൽ തുടങ്ങാമെന്ന് തോന്നുന്നു. മോശം നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അതെ, കാണാം. കണ്ടോ? ഇതിൽ ഓരോ ബട്ടൺസ് കണ്ടോ? അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ഞാനിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ സ്വൈപ്പ് ചെയ്യാനല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള പേജസ് ഇതിൽ അസൈൻ ചെയ്യാം. അയ്യോ, അത് ഞെക്കിയപ്പോൾ സ്റ്റാർട്ട് ഓപ്പണായി, വിൻഡോസ് ഓപ്പണായി.
ഓസം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. പി സി സ്ക്രീനിലോട്ട് പോയാൽ ഓക്കെ. ഹൈ കണ്ടോ, ഇതാണ് എൻ്റെ പി സി സ്ക്രീൻ. ഞാൻ എൻ്റെ 2 കൈയും എയറിലാണ്, എൻ്റെ കാൽ താഴെയാണ്. ഇനി ഞാൻ കാലും കൊണ്ട് മൗസ് നിൽക്കുന്നില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് മൗസിൻ്റെ കേഴ്സർ ദാ നടുക്ക് വെച്ചിട്ടുണ്ട്. പൊട്ടനാക്കുവാണോ? ഇപ്പോൾ വർക്കായതേ ഉള്ളൂ. ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഓൺ ആയിരിക്കണം എന്ന് തോന്നുന്നു. കണ്ടോ മാജിക്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ ഒരു മിനി ഡിസ്പ്ലേ പോലെ. നമ്മുടെ മോണിറ്ററിൽ മൗസിലോ നോക്കാതെ അല്ലെങ്കിൽ മൗസ് കൊണ്ട് ഫങ്ഷൻ ചെയ്യിക്കാതെ ഇപ്പോൾ ഗെയിം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പി സി ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. മൗസ് കൊണ്ട് മറ്റേ സ്ക്രീനിലേക്ക്, ഡബിൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ മൗസ് കൊണ്ട് മറ്റേ സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റാമെന്നുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇത് നമുക്ക് ജസ്റ്റ് ആ ടേബിളിലൊന്ന് വച്ചേച്ചാൽ മതി. വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്ക്രീൻ എവിടെയാണ്? നമുക്ക് വേണ്ട പോലെ ഏത് ട്രാൻസിഷനാണോ അല്ലെങ്കിൽ ഏത് സെറ്റിംഗ് ആണോ നമ്മുടെ സ്ട്രീമിൽ മാറ്റേണ്ടത്. സ്ട്രീമിൽ മാത്രമല്ല, ഈവൻ ഇപ്പോൾ സ്പോട്ടിഫൈ ആണെങ്കിൽ പോലും മാറ്റാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അങ്ങനെ 2-3 ആപ്ലിക്കേഷൻസ് ഇതിൽ ഓൾറെഡി പ്രീസെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ സോഫ്റ്റ്വെയർ എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ലൂപ്പ് ഡെക്ക് ഓക്കെ. ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഈ കാണുന്ന കൺസോൾ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന കൺസോൾ തന്നെയാണ്. ഇതിലെ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് നിങ്ങൾ ഇതിലും കാണുന്നത്. ഐ മീൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ സ്ക്രീൻ തന്നെയാണ് നിങ്ങൾ പി സി സ്ക്രീനിലും കാണുന്നത്. ഈ ഡൈനാമിക് മോഡ് ഓൺ അതെന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളതിൽ പണിയുന്നില്ല. തൽക്കാലം ഞാൻ ഓഫാക്കി. ഇനി ഞാനിതിൽ പണിതാൽ മിക്കവാറും സ്ട്രീം കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൽ പിടിച്ച് ഞെക്കിയാൽ, അറിയാതെ എന്തെങ്കിലും പിടിച്ച് ഞെക്കിയാൽ കട്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സ്ട്രീം ആണെന്നുള്ളത് ഇതിൽ ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ സ്ട്രീം ആണെന്നുള്ളത് ആ റെഡ് ബട്ടണിൽ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ സോറി. ഓക്കെ, റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ പല ഓപ്ഷൻസ് ഇതിൽ കാണുന്നുണ്ട്. ഇത് കണ്ടാൽ സത്യം പറയാൻ എനിക്ക് പേടിയാവും. ഇതിലെന്താ പണിയുണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനും ഇതാദ്യമായിട്ടാണ് കാണുന്നത്. സോ ആരും പേടിക്കണ്ട. ഇത് ഒരു അഡീഷണൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് നീഡ് എന്നുള്ളൊരു സംഭവമാണ് ഒരു സ്ട്രീം ഡെക്ക് എന്നുള്ളത്. അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും, പ്രത്യേകിച്ച് സിംഗിൾ മോണിറ്ററിൽ സ്ട്രീം ചെയ്യുന്നവർക്ക്. So consider this option. Thank you Loopdeck for sending this. ഞാൻ എന്തായാലും ഇനി ഇത് യൂസ് ചെയ്യുന്നതാണ് സംഭവം. Hope you enjoy my presentation. നമുക്ക് ഗെയിമിലേക്ക് പോകേണ്ടതുണ്ട്.